ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. രാത്രിയിൽ കിടന്നുറങ്ങാൻ സുരക്ഷിതത്വം ഇല്ല എന്ന് തോന്നുന്നു എങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്നാണ് നിനക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അവിടുന്ന് നിൻ്റെ വേദനകൾ അറിഞ്ഞിരിക്കുന്നു. നിൻ്റെ പ്രയാസങ്ങൾ, നിൻ്റെ നിസ്സഹായത എല്ലാം കർത്താവ് അറിയുന്നു. അവിടുന്ന് നിൻ്റെ കൂടെയുണ്ട്. ഒരിക്കലും നിന്നെ പരിത്യജിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് ഒരിക്കലും നിന്നെ അനാഥനായി വിടുകയില്ല. എന്തെന്നാൽ കർത്താവ് നിൻ്റെ കൂടെ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. നിന്നെ സഹായിക്കാൻ കർത്താവ് കൂടെയുണ്ട്. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവ് നിന്നെ സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സൈന്യം നിനക്ക് ചുറ്റും പാളയമടിച്ചിരിക്കുന്നു. അതിനാൽ ഭയപ്പെടാൻ ഒന്നുമില്ല. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. നീ സുരക്ഷിതയായിരിക്കും. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, നീയാണ് എൻ്റെ സുരക്ഷിതത്വം. പൂർണ്ണമായി ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ നീ എനിക്ക് കാവലായിരിക്കണമേ. നിൻ്റെ ശക്തരായ സൈന്യം ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഭവനത്തിന് ചുറ്റും, ഞാൻ കിടക്കുന്ന കട്ടിലിന് ചുറ്റും ഉണ്ടായിരിക്കണമേ എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 60, 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു, ആനന്ദപൂർവം ഞാൻ ഷെക്കെമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും. ഗിലെയാദ് എൻ്റെതാണ്, മനാസെയും എൻ്റേത് തന്നെ. എഫ്രായിം എൻ്റെ പടത്തൊപ്പിയും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മോവാബ് എൻ്റെ ക്ഷാളനപാത്രം. ഏദോമിൽ ഞാൻ എൻ്റെ പാദുകം അഴിച്ചുവെക്കും. ഫിലിസ്തീയരുടെ മേൽ ഞാൻ വിജയഘോഷം മുഴക്കും. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുമ്പോൾ, കർത്താവേ, നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. നിന്നിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അകത്തും പുറത്തുമുള്ള സകല ശത്രുക്കളിൽ നിന്നും, തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും, പൈശാചികതയിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കാത്തുകൊള്ളണമേ. പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവേ, ശത്രു ഞങ്ങളെ തൊടാതിരിക്കാൻ തക്കവണ്ണം നിൻ്റെ ശക്തമായ കരത്തിനുള്ളിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ മുറിക്കുള്ളിൽ, ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും, അകത്തും പുറത്തും നിൻ്റെ ശക്തരായ സൈന്യത്തെ പാളയമടിപ്പിക്കണമേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ സകല ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ സഹായിക്കണമേ.
ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകളെ, നിസ്സഹായതയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗം സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യനിൽ വിശ്വാസമർപ്പിക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ കർത്താവേ, നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു. എന്തെന്നാൽ നിന്നിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് ധൈര്യത്തോടെ സുരക്ഷിതമായി എപ്പോഴും വസിക്കാൻ സാധിക്കും. എന്തെന്നാൽ നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, നീ ഞങ്ങളെ കരുതുന്നു, നീ ഞങ്ങൾക്ക് നിന്റെ സുരക്ഷിത കരത്തിൻ കീഴിൽ ഉറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കുന്നു. കർത്താവേ, നിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങൾ എപ്പോഴും വസിക്കുന്നതിന്, നിന്റെ സുരക്ഷിതത്വമുള്ള സാന്നിധ്യത്തിൽ എപ്പോഴും കഴിയുന്നതിന് ഞങ്ങളെ തന്നെ ഈ രാത്രിയിൽ വിശുദ്ധീകരിച്ച് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ബലഹീനതകൾ മറന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കാരുണ്യവാനായ ദൈവമേ, നിന്റെ അത്ഭുതകരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളെ സമർപ്പിക്കുന്നു, നാളത്തെ പരീക്ഷയെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ കൂടെയിരുന്ന് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ച് അവർക്കും ഈ രാത്രിയിൽ പരിപൂർണ സുരക്ഷിതത്വം നൽകണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നിന്റെ സുരക്ഷിതത്വം നൽകി അവരെ നീ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. രോഗികളായ എല്ലാവർക്കും കർത്താവേ, രോഗശാന്തി നൽകി അനുഗ്രഹിക്കണമേ. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ നീ സന്ദർശിക്കണമേ, ഞങ്ങളോട് നീ കൂടെയായിരിക്കണമേ. കരുണാർദ്രമായ നിന്റെ മിഴികൾ ഞങ്ങളെ നോക്കി ഞങ്ങളെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ നീ കരുണയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നോളം നീ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് ഞങ്ങൾ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കരുണയുള്ള ദൈവമേ, ഞങ്ങളെ നീ കൂടുതലായി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ സമാധാനപരമായ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ നീ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ ആരോഗ്യത്തെ നീ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ ഭവനത്തെ നീ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ സംരക്ഷിക്കണമേ, വസ്തുവകകളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ. കർത്താവേ, സമാധാനം നഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയെ നീ അയച്ചു കൊടുക്കണമേ. അവിടെ എല്ലാം നിൻ്റെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ നിന്നും ഭീകരതയിൽ നിന്നും സകല യുദ്ധഭീഷണികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ. നിന്നെ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും മറന്ന് നല്ല ഒരു ഉറക്കം നൽകി, ആരോഗ്യപരമായ ഒരു ഉറക്കം നൽകി അതിരാവിലെ പൂർണ്ണാരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തെ നീ തൊട്ട് ഈ രാത്രിയിൽ നിൻ്റെ അത്ഭുതകരം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. അവിടുത്തെ സംരക്ഷണത്തിൻ കീഴിൽ നീ സുരക്ഷിതമായി ഉറങ്ങാൻ കർത്താവിൻ്റെ കാവൽ നിനക്കുണ്ടായിരിക്കട്ടെ. അതിരാവിലെ പൂർണ്ണാരോഗ്യത്തോടെ എഴുന്നേൽക്കുവാനും കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കാനും നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അതിരാവിലെ വിളിച്ചുണർത്തട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെ 5 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുന്നതിനു വേണ്ടി കർത്താവ് എല്ലാവരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.